ഞാൻ അപ്പോഴേ പറഞ്ഞാലും മരക്കൂടി നടപടിയാവൂലെന്ന്. ആൾക്കാരൊക്കെ പ്രൈസ് അടിച്ച കാശ് ചോദിക്കാൻ തുടങ്ങി. കുറച്ചേ ഉള്ളു, എന്നാലും കൊടുക്കണ്ടേ. എല്ലാം കൂടി ഒരു 10-25,000 വേണ്ടി വരും. നിനക്ക് ഞാനൊരു ചെങ്കാറ ഐഡിയ പറഞ്ഞു തരട്ടെ. എന്താ ഐഡിയ? തൽക്കാലം നിനക്ക് 25,000 രൂപ ആവശ്യമുള്ളൂ. ആ, നീ ഒരു 50,000 രൂപ ലോൺ എടുക്കുക. ബാക്കി 25,000 കൊണ്ട് നമുക്ക് ഈ ടെൻഷൻ മാറ്റാൻ ഒരു ടൂർ പോടാ. ഒരൊറ്റടി എന്നാണ്ടല്ലേ. ബാക്കിയുള്ളതിനോട് സഹകരണ ബാങ്കിൽ ആധാരം വെച്ച് 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇപ്പൊ പലിശയും കയറി വീട് ജപ്തിയാറായി. അപ്പോഴവന്റെ പിന്നെ ലോണ്. അതെ, പ്രാക്കുവാനുണ്ടല്ലോ. ഒന്നിറങ്ങിയ മോളെ, നീ അറിഞ്ഞ നിന്റെ കട സീലി വെച്ച് കട പൊളിക്കാനുള്ള നോട്ടീസ് കിട്ടി. ക്ഷണക്കത്ത് പഠിച്ച് ആൻസി. മാന്യമിത്രമേ, എടവനക്കാട് ഇല്ലത്തുപറമ്പിലെ എന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടം ഈ വരുന്ന 30-ാം തീയതി 10-നും 10:30-നും ഉള്ള ശുഭമുഹൂർത്തത്തിൽ സർവശ്രീ JCB അവർകൾ പൊളിച്ചു മാറ്റുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നവകേരള സൃഷ്ടിക്ക് വേണ്ടി വികസന നായകൻ അവറാച്ചൻ TT ഒപ്പപ്പ് NB തുടർന്ന് ഗംഭീര തേയില സൽക്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ മൂത്ത മോളെ കെട്ടിക്കാനായി അത് വിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അപ്പനോട് കടയൊഴിയാൻ പറഞ്ഞത്. അപ്പൊ അയാൾക്കത് പറ്റൂല. അവസാനം അവളൊരു പരനാറിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടെ ഞാൻ ഈ നാട്ടിൽ മൊത്തം നാറി. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, ഇതെന്റെ 2ാമത്തെ മോളാണ് ആൻസി. ഇവളുടെ കല്യാണമെങ്കിലും എനിക്ക് അന്തസ്സായിട്ട് നാറാതെ നടത്തണം. ഇവളും കൂടി ഒളിച്ചോടിയാ പിന്നെ കട വിൽക്കണ്ടല്ല. തൂറുതണ്ടി, നിന്റെ കാശ് മുഴുവൻ ആ നേപ്പാളി കൊണ്ടുപോയില്ലടാ. പ്രാക്കടാ പ്രാക്ക്. 2 പെമ്മക്കളുള്ള ഒരു ബിൽഡിംഗ് ഓണോടാ പ്രാക്ക്. നിനക്ക് ഇതിലും വലുത് വരുവടാ, നീ കണ്ടോടാ. നീയും നിന്റെ അപ്പനും കൂടി ഒരിക്കലും അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് സൈക്കിളിൽ കെട്ടിവെച്ച് നാട്ടു റോട്ടിലൂടെ ദളയാട് നടക്കെടുപ്പെന്ന് പറഞ്ഞ് നിരങ്ങുന്ന കാഴ്ച ഞാൻ കാണും. അത് കണ്ട് ഞാൻ ഗൂസ് പമ്പ് അടിക്കുമ്പോഴാ, ഗൂസ് പമ്പ് രോമാഞ്ചം. ഇയാളെ ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ല കേട്ടോ, അതിലും കൂടി എന്തായിട്ടാണ്. കട ഏതായാലും 30-ാം തീയതി പൊളിക്കും. കാണാൻ വന്നോട്ടറാ ഓട്ടറാ. എന്തിയൂടെ ആകെ പ്രാന്ത് പിടിക്കണ്. നീ പേടിക്കണ്ടാ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്നടാ നീ പറയണേ? അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഗോവയിൽ പോണേക്ക് മുമ്പ് എത്ര ഡേയ്സ് ഞാനിവിടെ ബാഡ് അടിച്ചിടന്നറിയാമോ? അവസാനം വീട് പണിയാൻ വെച്ച കറ്റില വിറ്റിട്ടാണ് ഞാൻ ഒരു ഗോവൻ ട്രിപ്പ് അടിച്ചത്, അറിയാമോ? അതുപോലെ നിനക്കൊരു നല്ല സമയം ഉണ്ടാവും.